ഒരു ദരിദ്ര മുനിസിപ്പാലിറ്റി ശുചീകരണ തൊഴിലാളിയായിരുന്ന ബബൻ സത്യസന്ധയും കരുണയുമുള്ളവനായിരുന്നു. ഒരിക്കൽ അയാൾ രേഷ്മ എന്ന പെൺകുട്ടിക്ക് തന്റെ കൈവശമുള്ള പണം പോലും നൽകി സഹായിക്കുന്നു. ഒരു ദിവസം സ്വർണ്ണക്കടയ്ക്ക് മുന്നിൽ ജോലി ചെയ്യുമ്പോൾ ദീപാവലി സമ്മാനം ചോദിച്ചപ്പോൾ കടയുടമ അവനൊരു വൃത്തികെട്ട മുറി വൃത്തിയാക്കാൻ അയക്കുന്നു. അവിടെ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു മതിലിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന വലിയൊരു പണത്തുക ബബൻ കണ്ടെത്തുന്നു. ആദ്യം ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു അവൻ. ഈ പണം ഉപയോഗിച്ച് അവൻ തന്റെ കടങ്ങളെല്ലാം വീട്ടുകയും ജീവിതം മെച്ചപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. അവൻ തന്റെ കുടുംബത്തിന് സന്തോഷം നൽകുകയും രേഷ്മയ്ക്ക് സഹായം നൽകുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് കൂടുതൽ പണം സ്വന്തമാക്കാനുള്ള മോഹം അവനെ പിടികൂടുന്നു. അവൻ താക്കോലിന്റെ അച്ചെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കി ആ മുറിയിൽ കയറി വീണ്ടും പണമെടുക്കുന്നു. പണം കൂടുന്നതോടെ അവന്റെ ജീവിതവും സ്വഭാവവും മാറി തുടങ്ങുന്നു. ലാളിത്യവും സത്യസന്ധയും മാറി അവൻ മദ്യപാനത്തിലും ആഡംബര ജീവിതത്തിലും ഒഴുകുന്നു. ഭാര്യയുമായി വഴക്കുകൾ കൂടുകയും രേഷ്മയുമായി തെറ്റായ ആകർഷണം തോന്നുകയും അവന് ചെയ്യുന്നു. കുടുംബത്തിലെ സമാധാനം പൂർണ്ണമായി നഷ്ടമാവുന്നു. ഇതിനിടെ സംശയം തോന്നിയ രേഷ്മയുടെ കാമുകൻ പോലീസിന് വിവരം നൽകുന്നു. പോലീസ് അവനെ പിടികൂടി ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ ഒളിപ്പിച്ചിരുന്ന പണവും സ്വർണവും മുഴുവനായി കാണിച്ചു കൊടുക്കുന്നു. പോലീസുകാർ ആ പണവും സ്വർണവും മുഴുവനായി തട്ടിയെടുക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ബബൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഭാര്യയും കുട്ടികളും അവനെ വിട്ട് പോയതായി മനസ്സിലാക്കുന്നു. അവസാനം രാജ്യത്ത് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചതായി വാർത്തകൾ വരുന്നു. ഇതോടെ പോലീസുകാർ കവർന്ന പണത്തിന്റെ വില കുറഞ്ഞു പോകുന്നു. എന്നാൽ ബബൻ വീണ്ടും പഴയ പോലെ ദരിദ്രനായി ഒറ്റപ്പെട്ടവനായി വീണ്ടും തെരുവിലേക്ക് തന്നെ എത്തുന്നു.